നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. NES കായലോര ഫെസ്റ്റ് സമാപിച്ചു. രാമു കാര്യാട്ട് സിനിമാ പുരസ്കാരങ്ങൾ പ്രമുഖ താരങ്ങൾക്ക് സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ചാഴൂർ പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗം നിമ്മി ശശിധരന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ള അംഗങ്ങൾക്ക് നിമ്മി ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം പഞ്ചായത്തിൽ മുതിർന്ന അംഗം KS റഹ്മത്തുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം VN മേനക അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗങ്ങൾക്ക് സോമൻ TP സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടതുപക്ഷ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും കോൺഗ്രസ് BJP അംഗങ്ങൾ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പഞ്ചായത്തുകളിൽ വാദ്യഘോഷ ആഹ്ലാദ പ്രകടനങ്ങളോടെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കയ്പമംഗലം വിളക്കുപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ സഞ്ജയ് ആണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഡിസംബർ 6 രാത്രിയായിരുന്നു സംഭവം. വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ തലയിടിച്ച് വീണ് കിടക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ 15ാം വാർഷിക ദിനാഘോഷം നടത്തി. സിനിമാ താരം ധ്യാൻ ശ്രീനിവാസൻ ഉദ്ഘാടന കർമ്മം ചെയ്തു. ഇതൊന്നും തന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ വലിയ ഒരാളായാലും നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള അച്ചീവ്മെൻറ്റ്സും ബാക്കിയുള്ളതൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യും. ഈ ഒരു ദിവസം വരാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും കുറച്ച് സീരിയസ് ആയിപ്പോൾ എനിക്ക് ഇത് നിങ്ങൾക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം, നന്ദി. ഡോക്ടർ പ്രദീക് N പ്രശാന്ത് വിശിഷ്ടാതിഥിയായിരുന്നു. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായി. മാറുന്ന കാലത്തിനനുസരിച്ച് ക്ലാസ് റൂമുകൾ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് KR, PTA പ്രസിഡന്റ് ധന്യ PG, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, വൈസ് ചെയർപേഴ്സൺ ലിജിഷ പ്രവീൺ, നേഹ അമാലും വാൻഷ് മേനോൻ, നിവേദിത വിനോദ് കുമാർ, ആരവ് സജിത് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം തൃപ്രയാർ കരയോഗം ഹാളിൽ ചേർന്നു. രക്ഷാധികാരി K ബാലകൃഷ്ണൻ പതാക ഉയർത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്കോളർഷിപ്പ് വിതരണം നടത്തി. താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പർ V ഗോപാലകൃഷ്ണൻ, താലൂക്ക് വനിതാ യൂണിയൻ മെമ്പർ സുമ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം D കൃഷ്ണകുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം T സുധീർ ദാസ്, കരയോഗം സെക്രട്ടറി A നന്ദിനി, വനിതാ സമാജം പ്രസിഡന്റ് ദിന മുകേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ശേഷം കരയോഗ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി.
പലരുടെയും കഴിവുകൾ നമ്മൾ കണ്ടെത്തുന്നത് ഈ കുടുംബ മേളകളിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽ വീട്ടിലെ കുട്ടി എന്നെ പാടുന്നു എന്ന് നമ്മളറിയുന്നത് ചിലപ്പോഴും കുടുംബമേളകളിലൂടെയാണ്. അതുപോലെ രാജേഷ് അവർ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതും കുടുംബമേളകളിലെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ, ഈ നാട്ടുകാർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നന്ദിനി ടീച്ചറുടെ കുറേ ഫോട്ടോസ് ഞാൻ കണ്ടു. അവർ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെയൊക്കെ സന്ദർശിച്ച ഫോട്ടോസ് കണ്ടു. അങ്ങനെ ഇവിടെയുള്ള പലരുടെയും ഫോൺ നമ്പർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയാലൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഉയരട്ടെ ഉയരട്ടെ നായർ സമുദായം ഉയരട്ടെ. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവയുണ്ടായി. ശേഷം SNB സമാജത്തിൽ നിന്നും ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ ശാസ്താംപാട്ടിന്റെയും ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ കാവടി ചിന്ത സംഘത്തിന്റെ ചിന്ത് പാട്ടിന്റെയും പൂതാളത്തിന്റെയും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്റെയും അകമ്പടിയോടുകൂടി ദേശവിളക്ക് ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രാങ്കണത്തിൽ അരിമ്പൂർ ശ്രീഭദ്ര ഭജൻസിന്റെ ഭജന അരങ്ങേറി. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൻ കുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ കരുണാകരൻ പാലക്കൽ, ജോയിന്റ് കൺവീനർ സുകേഷ് വാര്യത്തുപറമ്പിൽ, രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരൻ ഖണ്ഡത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾ നൽകുന്ന അധികാരം, കാലം നൽകുന്ന ഉത്തരവാദിത്തം മാതൃകാപരമായി നിർവഹിക്കാൻ എല്ലാ ജനപ്രതിനിധികൾക്കും നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ആശംസകൾ അറിയിച്ചു. ബാങ്ക് പരിധിയിലുള്ള ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും സന്തോഷസൂചകമായി ഉപഹാരം നൽകിയാണ് പുതിയ ജനപ്രതിനിധികളെ ബാങ്ക് അഭിവാദനം ചെയ്തത്. ബാങ്ക് പരിധിയിലെ ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട്, എടത്തുരുത്തി, കൈപ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം എന്നീ 10 തീരദേശ പഞ്ചായത്തുകളിലും മതിലകം, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലും തൃശൂർ ജില്ലാ പഞ്ചായത്തിലും ബാങ്ക് പ്രതിനിധികൾ ബാങ്കിന്റെ ആശംസകൾ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ധർമ്മജ, മാനേജർമാർ, സ്റ്റാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
തളിക്കുളം 15-ാം വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും തന്നെ പ്രതിനിധിയായി വീണ്ടും തിരഞ്ഞെടുത്തതിൽ നന്ദി സൂചകമായി തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബൾബ് വീടുകൾ എത്തിച്ചു നൽകി പഞ്ചായത്ത് അംഗം സുമന ജോഷി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരേ വാർഡിൽ നിന്നും ഹാട്രിക് വിജയത്തോടെ സ്വതന്ത്രയായാണ് 220 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ INTUCയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സുമന ജോഷി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 2 തവണ UDF പ്രതിനിധി ആയിരുന്നു. തളിക്കുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്തവണ സ്വതന്ത്രയായി മത്സരിച്ചത്. അപ്പം എൻ്റെ ചിഹ്നമായ ബൾബ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസത്തിൽ എല്ലാ വീടുകളിലും, ഈ വാർഡ് 15-ലെ എല്ലാ വീടുകളിലും എൻ്റെ ചിഹ്നമായ ബൾബ് ക്രിസ്മസ് ന്യൂ ഇയർ ഒരു സമ്മാനമായി കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് അത് ഇവിടെ നിന്ന് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ ബൾബിന് 1 വർഷമാണ് ഗ്യാരണ്ടി ഉള്ളത്. പക്ഷെ 5 വർഷം ഗ്യാരണ്ടിയോടുകൂടി ഇവരോടൊപ്പം ഇവരുടെ ഓരോ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ കൊടുക്കാനുള്ളത്. വാടാനപ്പള്ളി ബീച്ച് ബദർ മസ്ജിദ് അങ്കണത്തിൽ റിഫായി റാത്തീബിന്റെ കൊടിയേറ്റം വാടാനപ്പള്ളി തെക്കേ മഹൽ ഖത്തീബ് ഉമർ ബാഖവി പഴയന്നൂർ നിർവഹിച്ചു. NVK മുഹമ്മദ് ഫൈസി, പള്ളിക്കടവ് ഖത്തീബ് അബ്ദുൽ ജലീൽ അഷ്റഫി, മുഹമ്മദ് പണിക്ക് വീട്ടിൽ പ്രസിഡന്റ് റഹ്മത്ത് അലി, രക്ഷാധികാരി PS ബഷീർ, ഷൗക്കത്ത് അലി, റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദർശവിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ചാപ്പക്കടവ് ബദരിയയിൽ 67ാമത്തെ ആണ്ട് ദിനം എന്നാണ്. ഒരിക്കലും മുടങ്ങാതെ പൂർവസൂരികളായ മുൻഗാമികളായ ആളുകളുടെ പാതയിൽ ഇന്നും ഈ നാട്ടിലുള്ള മുസ്ലിം സമുദായം മാത്രമല്ല, ഇവിടത്തെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുസ്ലിം എന്ന് മാത്രമല്ല ഇതര മത സമുദായത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന, സംഘടിക്കുന്ന, സഹായിക്കുന്ന, പങ്കെടുക്കുന്ന അതിമഹത്തായിരിക്കുന്ന ഒരു സംരംഭമാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3-ന് ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം,
രൂപകള സമർപ്പണം, ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയും ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡ് മെമ്പർ ഷഫീന ഷെബിർ അലി ദേശീയ ഭാഷയായ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലി. 20ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഷെഫീന മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് IT കോർഡിനേറ്ററും കൂടിയാണ്. ഹിന്ദി അധ്യാപികയായ ഷെഫീന ജനിച്ചതും വളർന്നതും മുംബൈയിലാണ്. और अखंडता को बनाए रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसे पूरी ईमानदारी, निष्ठापूर्वक और निष्पक्ष रूप से निभाऊंगी. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് നിയുക്ത ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തെരഞ്ഞെടുപ്പ് വരണാധികാരി അരുൺ K. നായരുടെ അധ്യക്ഷതയിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ആദ്യ സത്യവാചകം വരണാധികാരി ചൊല്ലിക്കൊടുത്തത് മുതിർന്ന അംഗവും പോളയ്ക്കൽ 11ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട റോഷ്നി ടീച്ചർക്കായിരുന്നു. തുടർന്ന് റോഷ്നി ടീച്ചർ മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് വാർഡ് ക്രമത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. റോഷ്നി ടീച്ചർ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ സംസാരിച്ചു. KV റോഷ്നി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തൃശൂരിൽ വെച്ച് നടന്ന 7ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് പഞ്ചഗുസ്തി മത്സരത്തിൽ പുരുഷന്മാരുടെ 70 കിലോ വിഭാഗത്തിൽ കണ്ടാശങ്കടവ് സ്വദേശി KM ഹരി ഇരട്ട സ്വർണ്ണ മെഡലും വനിതകളുടെ 70 കിലോ വിഭാഗത്തിൽ CS സൗമ്യ ഇരട്ട സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി. ഇവർ ജനുവരിയിൽ പുനെയിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി. തൃശൂർ സെൻട്രൽ സഹോദയ നീന്തൽ മത്സരത്തിൽ 5 ഇനങ്ങളിൽ സ്വർണം നേടിയ ധനിഷ്ഠ ജിംജിയെ എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. ധനിഷ്ഠയുടെ അമ്മ സുമിയെയും ആദരിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർ സുമേഷ് പാനാട്ടിൽ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബാങ്ക് സെക്രട്ടറി സുധീന KD, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം, രാകേഷ് യുവ, ഷാജു കാരയിൽ തെക്കൂട്ട, രിഷ ടീച്ചർ, അമ്പിളി പ്രവീൺ, രവി ഉട്ടോപ്പിയ, ശരത് KH എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ താരം ആയിട്ടുള്ള പ്രിയപ്പെട്ട ധനിഷ്ഠ ജിംജിയും
ധനിഷ്ഠ ജിംജിയുടെ അനിയത്തിയും ഇതുപോലെ തന്നെ നീന്തൽ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാഹചര്യമാണ്. 200 മീറ്റർ റിലേയിൽ 4x50 മീറ്റർ റിലേയിൽ പ്രൈസ് നേടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ജാൻവി അല്ലേ. നമ്മളുടെ കുട്ടി പ്രൈസ് നേടിയിരിക്കുകയാണ്. ധനിഷ്ഠ ജിംജിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അഭിമാനകരമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച പ്രിയപ്പെട്ട ധനിഷ്ഠ ജിംജി. NES കായലോര ഫെസ്റ്റ് സമാപിച്ചു. സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ രംഗത്ത് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ തന്നെ ചില ഏകാംഗ നാടകത്തിൽ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് കൂടിയാണ് ഞാൻ. കാരണം ഇത് വളരെ സന്തോഷകരമായ നമുക്ക് അന്ന് കളിക്കാൻ താല്പര്യമുള്ള നാടകമാണ്. അവർ ഏകാംഗ മത്സരവുമായി ബന്ധപ്പെട്ട് എ ഗ്രേഡ് നമുക്ക് ലഭിക്കട്ടെ. അതൊക്കെ ഇപ്പോൾ എ ഗ്രേഡാണ്. രാമു കാര്യാട്ട് അവാർഡ് ദാന സമ്മേളനത്തിൽ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. NK അക്ബർ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പിരുവനും കുട്ടന്മാരാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രാമു കാര്യാട്ട് ഫിലിം അവാർഡ് മലയാള സിനിമാ രംഗത്ത് മികവ് തെളിയിച്ച സിനിമാ താരങ്ങളായ ഷറഫുദ്ദീൻ, അനുശ്രീ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനാർക്കലി മരക്കാർ, അഞ്ജലി നായർ, അബി സുഹാന, അർജുൻ നന്ദകുമാർ, അൽസാബിദ്, ബിനു തൃക്കാക്കര, ആവണി, സംവിധായകൻ മാർത്താണ്ഡൻ, ഷോ കോർഡിനേറ്ററും സംവിധായകനുമായ റിയാസ്, ഷൈജൻ ശ്രീവത്സം എന്നിവർക്ക് സമ്മാനിച്ചു. പഠനത്തിൽ മികവ് നേടിയ 50ലധികം വിദ്യാർത്ഥികൾക്ക് NES മുൻ പ്രിൻസിപ്പൽ ചന്ദ്രിക ശിവൻ കണ്ണോളിയുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു. നീന്തൽ, സ്പോർട്സ് എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും പ്രായമായവർക്ക് ചികിത്സാ സഹായവും കായലോര ഫെസ്റ്റിനോടനുബന്ധിച്ച് നൽകി. ചടങ്ങിൽ P. വിനു, TK സലീഷ്, TU സുഭാഷ് ചന്ദ്രൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, ENR കൃഷ്ണൻ, CS ഗണേശൻ, PH സൈനുദ്ദീൻ, ജയശ്രീ രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, NC അനീജ, പ്രൊഫസർ VS റെജി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സുഭദ്ര നൃത്ത വിദ്യാലയ ഗ്രൂപ്പിന്റെ നൃത്ത സംഗീതമേള, ബീഡ്സ് ഗാരേജ് കൊച്ചിൻ ടീമിന്റെ DJ നൈറ്റ് എന്നിവയുടെ പരിപാടികൾ സമാപിച്ചു. ഒരുപാട് സന്തോഷം. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ശ്രീനിയേട്ടൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പ്രണാമം. ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. ഈ സ്ഥലത്തേക്ക് അധികം ഞാനങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ശ്രീരാമ ക്ഷേത്രത്തിൽ വന്നു പോയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലേക്ക് അധികം അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങിൽ വന്ന് നിങ്ങൾ ഏവരെയും കാണാൻ കഴിഞ്ഞതിൽ, ഇത്രയും ആൾക്കാരുടെ സാമീപ്യത്തിൽ എനിക്ക് ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫംഗ്ഷന് വിളിച്ചതിലും ഇങ്ങനൊരു അവാർഡ് തരുന്നു. എനിക്ക് അവാർഡ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ വെറുതെ വിളിച്ചാണോ അവാർഡ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചാണോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് തരുന്നതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് നന്ദി എല്ലാവരോടും. ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചിരിക്കുന്ന കൊണ്ട് അവിടുന്ന് വിളിക്കുന്ന ആരും കാണാൻ പറ്റില്ല, പ്ലച്ചക്കെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വരണാധികാരി MK സ്മിത, മുതിർന്ന അംഗം TK ചന്ദ്രബാബുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റു അംഗങ്ങൾക്ക് TK ചന്ദ്രബാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ശേഷം ആദ്യ യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ട സെക്രട്ടറി KV സനീഷ് അവതരിപ്പിച്ചു. 27-നാണ് രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അംഗങ്ങൾക്ക് നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ ഉപഹാരവും നൽകി. TK ചന്ദ്രബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും
എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഭരണാധികാരി CS ലിജു, മുതിർന്ന അംഗം PT രാമചന്ദ്രന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റു അംഗങ്ങൾക്ക് PT രാമചന്ദ്രൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിന് ശേഷം ആദ്യ യോഗം ചേർന്നു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് കാരമുക്ക് ദേശവിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. പൂത്തിരിക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര നടയിൽ നടത്തിയ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിച്ചു. തുടർന്ന് പ്രസാദ് ഊട്ടിനായുള്ള ഒരു ചാക്ക് അരി സമർപ്പിച്ചു. പൂത്തിരിക്കോവ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. പൂത്തിരിക്കോവ് ക്ഷേത്രം ട്രസ്റ്റി CP മുകേഷ് ചെങ്ങല്ലൂർ, ക്ഷേത്രം മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി, കമ്മിറ്റി അംഗങ്ങളായ VV പ്രമോദ്, സുബ്രഹ്മണ്യൻ കാര്യാട്ട്, സുഷമ സുനിൽ, പരമേശ്വരൻ നമ്പീശൻ, അതുൽ കൃഷ്ണ, അഞ്ജലി ഷാജി, കാർത്തിയായനി അപ്പുക്കുട്ടൻ, പാർവതി മെച്ചൂർ, പാർത്ഥൻ, കാർത്തികേയൻ, കുമാരി സോമൻ, സുധാ ജഗദീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വരണാധികാരി റിസമോൾ മുതിർന്ന അംഗം ലിസി വിൻസെന്റിന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റു അംഗങ്ങൾക്ക് ലിസി വിൻസെന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ എന്നിവർ സംസാരിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇവിടെ എത്തി ഈ ചടങ്ങ് ധന്യമാക്കിയ ഓരോ വ്യക്തികൾക്കും പഞ്ചായത്തിന്റെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോതകുളം വട്ടപ്പരുത്തി അറപ്പത്തോട്ടിൽ മീൻവലയിൽ കുടുങ്ങിയ മലമ്പാമ്പിനെ യുവാക്കൾ രക്ഷപ്പെടുത്തി. ഞായറാഴ്ച രാവിലെയാണ് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ നാട്ടുകാർ കണ്ടത്. വല മുറിച്ച് പാമ്പിനെ രക്ഷപ്പെടുത്തി വനം വകുപ്പിന് കൈമാറി.
എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന്റെ ഭാഗമായി എടമുട്ടം സെൻട്രൽ ശാഖ വർഷം തോറും നടത്തിവരാറുള്ള കാവടി ഊരു സഞ്ചാരത്തിന് തുടക്കമായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി സന്ദീപ് സെൻട്രൽ ശാഖ പുതുതായി നിർമ്മിച്ച് പുറത്തിറക്കിയ അഭിഷേക കാവടി പൂജിച്ച് ശാഖയ്ക്ക് കൈമാറി. ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് അശ്വിൻ വാഴപ്പുള്ളി, സെക്രട്ടറി രഘുലാൽ വടക്കുംചേരി, ഗജാൻജി ജിഷ്ണു വാഴപ്പുള്ളി, സമാജം സെക്രട്ടറി രാജേഷ് വേലേക്കാട്ട്, സമാജം ജോയിന്റ് സെക്രട്ടറി ജിതേഷ് കാരയിൽ, ശാഖാ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ TC എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സജിനി ഉണ്ണിയാനമുറയ്ക്കൽ എന്ന ഞാൻ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട KA ഷൗക്കത്ത് എന്ന ഞാൻ ഈശ്വരനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രജനി ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വിനു എന്ന ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വാർഡ് 1 സനി രാജു, വാർഡ് 2 സജിനി മുരളി, വാർഡ് 3 KA ഷൗക്കത്ത് അലി, വാർഡ് 4 PM സിദ്ദിഖ്, വാർഡ് 5 സുഭില പ്രസാദ്, വാർഡ് 6 PC മണികണ്ഠൻ, വാർഡ് 7 രജനി ബാബു, വാർഡ് 8 നിഷ ഉണ്ണികൃഷ്ണൻ, വാർഡ് 9 അംബിക, വാർഡ് 10 KV പവിത്രൻ, വാർഡ് 11 P വിനു, വാർഡ് 12 സിന്ധു സിദ്ധപ്രസാദ്, വാർഡ് 13 CT ഉണ്ണികൃഷ്ണൻ, വാർഡ് 14 സീന ഉണ്ണികൃഷ്ണൻ, വാർഡ് 15 KK സന്തോഷ് എന്നിവർ പ്രതിജ്ഞ ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇവരെ പ്രാദേശിക സർക്കാരെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്നലെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സൂചിപ്പിച്ച പോലെ ജനങ്ങളെ സൂപ്പർ സ്റ്റാറുകളാക്കുന്ന നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ ക്രിയാത്മകമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടിയ ഈ നാടിലെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വാടാനപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുടർന്ന് സ്വീകരണവും ആദ്യ പഞ്ചായത്ത് യോഗവും ചേർന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിൽ വരണാധികാരിയായ മുല്ലശ്ശേരി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ബെറ്റ്സി മുതിർന്ന അംഗം CB സുനിൽകുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സുനിൽകുമാർ മറ്റ് എല്ലാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി. വരണാധികാരി കൂടിയായ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ KK ഹേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗം പുഷ്പ വിശ്വംഭരനാണ് ആദ്യമായി പ്രതിജ്ഞയെടുത്തത്. തുടർന്ന് 20 അംഗങ്ങളും പ്രതിജ്ഞ ചൊല്ലി. ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജോജു തേക്കാനത്ത് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ജോജു തേക്കാനത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും വിദ്വേഷവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുന്നു. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.
തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുഗിമോൾ. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഗിമോൾ എന്ന ഞാൻ KSTA 35-ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടന്നു. തൃപ്രയാർ പൂളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച അധ്യാപക പ്രകടനത്തിൽ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു. തുടർന്ന് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വലിയ സമരങ്ങളിലൂടെയാണ്, പോരാട്ടങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ മേഖല എല്ലാ അർത്ഥത്തിലും നാശോന്മുഖമായിരുന്നു നമ്മുടെ നാട്ടിൽ. പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് പണമില്ല, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, അധ്യാപകർക്കോ അവർക്ക് ന്യായമായ ശമ്പളവും ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് പ്രതിസന്ധിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അതെല്ലാം പുതിയ തലമുറയിൽ ആ പഴയകാല ഓർമ്മകൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അധ്യാപകർ കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ എല്ലാം പതാകവാഹകരായി പ്രവർത്തിക്കുമ്പോൾ തന്നെ വ്യക്തികൾ എന്നുള്ള നിലയിൽ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നുപോയിരുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. കെ പ്രമോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSTA സംസ്ഥാന സെക്രട്ടറി K രാഘവൻ, ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് എന്നിവർ സംസാരിച്ചു. KSTA ജില്ലാ തലത്തിൽ നടത്തിയ കലാകായിക മേളയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. NES കായലോര ഫെസ്റ്റ് സമാപിച്ചു. രാമു കാര്യട്ട് സിനിമാ പുരസ്കാരങ്ങൾ പ്രമുഖ താരങ്ങൾക്ക് സമ്മാനിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.